വെൽക്കം സായിറാം. ഞാൻ ഗൗരി ജയൻ, വൃക്ഷസായി ചാനൽ. അതായത് സച്ചരിതം വായിക്കാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. സച്ചരിതം വായിച്ചു നോക്കൂ. വായിക്കുമ്പോൾ തോറും നമുക്ക് മനസ്സിന് സന്തോഷവും സമാധാനവും കിട്ടുന്നതായിരിക്കും. സായിബാബയുടെ വറലാറ്, അതായത് ഹിസ്റ്ററി എല്ലാം അറിയാൻ പറ്റും. സായിബാബയുടെ സച്ചരിതം അത്രയ്ക്കും മധുരമാണ്. സായിബാബ അത്രയ്ക്ക് മധുരമാണ്. സിദ്ധേശ്വരനായ നമ്മുടെ സായിബാബയുടെ കഥകൾ കേൾക്കും തോറും നമ്മൾക്ക് ആനന്ദവും സംതൃപ്തിയും എല്ലാം കിട്ടുന്നതായിരിക്കും. ഓരോ ആഴ്ചകളിലും ഓരോ വ്യാഴാഴ്ച തോറും നമ്മൾ ആ ഭഗവാന്റെ അമ്പലത്തിലേക്ക് പോകാൻ പറ്റുകയാണെങ്കിൽ, ബാബയെ പോയി കാണാൻ പറ്റുകയാണെങ്കിൽ, നമ്മൾ പോയി ഒരു മണിക്കൂറൊക്കെ ആ സിദ്ധേശ്വരൻ്റെ മുന്നിൽ ഒരു 10 മിനിറ്റെങ്കിലും കണ്ണടച്ച് ഇരിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ആനന്ദം പറഞ്ഞാലും പോരാ, പരമാനന്ദം നമ്മൾക്ക് കിട്ടുന്നതായിരിക്കും. സായിറാം, ശ്രമിച്ചു നോക്കൂ. ഞാൻ വെറുതെ പറയുന്നതല്ല, അനുഭവത്തിൽ കൂടെ ഞാൻ പറയുന്നതാണ്. വേറെ ഇല്ലാതെ ബാബയെക്കുറിച്ച് വെറുതെ ഒന്നും പറയുന്നതല്ല. നിങ്ങൾ ബാബയെ തൊഴുതു കൊണ്ട് വേറെ ദൈവങ്ങളെ ഒന്നും തൊഴുതാൻ പാടില്ല എന്നൊന്നും ഇല്ല. നിങ്ങൾക്ക് ഏത് ദൈവത്തെയാണോ തൊഴുതാൻ പറ്റുന്നത് അത് നിങ്ങൾക്ക് തൊഴുതാൻ പറ്റും. അല്ലാതെ സായിബാബയുടെ ടെമ്പിളിൽ പോയി വെച്ചാൽ വേറെ അമ്പലത്തിലേക്കൊന്നും പോകാൻ പാടില്ലേ. എൻ്റെ അടുത്ത് ചോദിച്ചതായിരുന്നു സായിബാബയെ, പിന്നെ നമ്മൾ ടെമ്പിളിലേക്ക് പോയി ബാബയെ തൊഴുതു സച്ചരിതം വായിക്കാനും ഇതൊക്കെ തുടങ്ങിയ ശേഷം വേറെ ദൈവങ്ങളെയൊന്നും കാണാൻ പറ്റില്ലേ, വേറെ അമ്പലത്തിലേക്കൊന്നും പോകാൻ പറ്റില്ലേ എന്നൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ ബാബയും തൊഴുതാം, നിങ്ങൾ ഏത് അമ്പലത്തിലേക്കും പോവാം, ഏത് ദൈവത്തെയും തൊഴുതാം. അങ്ങനെയൊന്നുമില്ല. ഏത് ഒരു രൂപമാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ഭഗവാനായി നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങളൊരു ദേവൻ്റെ ടെമ്പിളിൽ പോയി കൃഷ്ണ എന്ന് വിളിച്ചാൽ അത് സായാണ്, രാമ എന്ന് വിളിച്ചാൽ സായാണ്, പരമേശ്വര വിളിച്ചാൽ സായാണ്. നിങ്ങൾ ദേവിയായാലും ദേവനായാലും അമ്മയെന്ന് വിളിച്ചാൽ സായാണ്. അതിലൊന്നും നിങ്ങൾക്ക് യാതൊരു ടെൻഷനും വേണ്ട. ഒരു ടെൻഷനും വേണ്ട, ഒരു പേടിയും വേണ്ട. നിങ്ങൾ എല്ലാ ടെമ്പിളിലേക്കും പോകാം. അഷ്ടോത്രം വായിക്കൂ. അഷ്ടോത്രം 108 മന്ത്രമാണ് അതിലുള്ളത്. നിങ്ങൾക്ക് താനാ ബാബയുടെ സച്ചരിതം വായിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് താനാ എല്ലാം കിട്ടിക്കോളും. ഭഗവാനോട് ഫോട്ടോവോ ചിലയോ അഷ്ടോത്ര ബുക്കോ നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് നിങ്ങൾക്ക് കുറച്ചായിട്ട് കിട്ടിത്തുടങ്ങും. അത് നിങ്ങൾക്ക് ഇപ്പോൾ അഷ്ടോത്രം ഇല്ലല്ലോ, അത് എവിടെ നിന്നാണെന്ന് വാങ്ങിക്കുന്നത്, എങ്ങനെയാണ് ഞങ്ങൾ വായിക്കുന്നത്, സച്ചരിതം ഇല്ലല്ലോ, അത് എവിടെ നിന്നാണ് കിട്ടുന്നത് എന്നൊക്കെ നിങ്ങൾ ആലോചിച്ചു കൊണ്ടിരിക്കും. അത് നിങ്ങൾ തുടക്കത്തിൽ സായിറാം വിളിച്ചു നോക്കൂ. ഇല്ലെങ്കിൽ ഓം സായി ശ്രീ സായി ജയ ജയ സായി, ഓം സായി ശ്രീ സായി ജയ ജയ സായി ഈ മന്ത്രം ജപിച്ചു കൊണ്ടിരിക്കൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ബാബ നോക്കിക്കൊള്ളും. നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് ബാബ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതായിരിക്കും. അതിൽ യാതൊരു സന്ദേഹവും വേണ്ട. അതുകൊണ്ട് നിങ്ങൾ സായിബാബയെ കുറിച്ച് ഓർക്കുക. ഇനിയെങ്കിലും ഈ നിമിഷം തൊട്ട് സായിറാം പറയുക. സായി എന്ന് പറഞ്ഞാൽ അമ്മയും ബാബ എന്ന് പറഞ്ഞാൽ അച്ഛനുമാണ്. ദേവനും ദേവിയായിട്ടാണ് നമ്മുടെ സർഗുരുവെ കാണേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ ദേവനായും ദേവിയായും നമ്മളുടെ ബാബയെ നിങ്ങൾ ധൈര്യമായിട്ട് തൊഴുതാം. അത്ര തന്നെ പറയാനുള്ളത് സായിറാം. ഈ വീഡിയോയിൽ ബാക്കിയൊക്കെ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. എനിക്ക് വീഡിയോയെക്കുറിച്ചൊന്നും അധികം ഒന്നും അറിയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ബാബയെ വന്ന ശേഷം ഈ പൂജകളും ആരാധനകളും എല്ലാം ഒന്നും മറഞ്ഞു പോകാതെ ഇരിക്കാനാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഈ 4 വർഷം ആകാറായി ബാബയുടെ പൂജകളും ആരാധനകളൊക്കെ തുടങ്ങിയിട്ട്. പക്ഷേ ഇത്ര കാലമൊന്നും അതൊന്നും തോന്നിയില്ല. ഇപ്പോഴാണ് ശരി നമ്മൾ ഇത്രയും ചെയ്യുന്നത് ആർക്കും അറിയാതെ
ഇതൊന്നും മണ്ണിൽ പുതഞ്ഞു പോകരുതേ, നമ്മളുടെ ബാബയെക്കുറിച്ച് ആർക്കും അറിയാതെ പോകരുതേ പറഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോയ്ക്കൊക്കെ വന്നിരിക്കുന്നത്. അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല. ഭഗവാന്റെ അനുഗ്രഹത്തിൽ ഞങ്ങൾക്ക് എല്ലാം സാധിച്ചു തന്നിട്ടുണ്ട്. ഇല്ലാതെ ഈ വീഡിയോയിൽ കൂടെ ഞാൻ പൈസയ്ക്ക് വേണ്ടിയോ ഇതൊന്നും അല്ല. ഞങ്ങളുടെ ബാബയുടെ ഈ പുണ്യം എങ്ങനെ പറയണമെന്നും കൂടെ എനിക്ക് അറിഞ്ഞുകൂടാ. വീഡിയോ ഒന്നും എടുത്ത് പരിചയമില്ല. പൂജിക്കും, ഇല്ലാത്തവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കും, നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. അന്നദാനം പറയുന്ന ഇതിൽ ഞാൻ ആരോടും ഒന്നും പ്രതീക്ഷിക്കാതെ ചെയ്തുകൊണ്ടിരിക്കും. ആരോടും ഒന്നും ചോദിക്കുകയില്ല, വാങ്ങുകയില്ല. ഇത്ര കാലം 4-4.5 വർഷമായി അന്നദാനം തുടങ്ങിയിട്ട്. ഇത്ര കാലം തൊട്ടും ആരോടും ഒന്നും ചോദിക്കാതെയാണ്. എത്ര പേര് വന്നാലും അവർക്ക് തൃപ്തിയോടെയാണ് ഞാൻ ആഹാരം വയറ് നിറയെ കഴിപ്പിച്ചിട്ട് പറഞ്ഞയക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ കൂടെ പൈസയ്ക്ക് മാത്രം ചെയ്യുന്ന വീഡിയോ അല്ല. ഞങ്ങളുടെ ബാബയുടെ ഈ ഞങ്ങൾ ചെയ്യുന്ന ആരാധനകളൊന്നും മറഞ്ഞു പോകരുതേ എന്ന് മാത്രമാണ് സായിറാം ഞാൻ ചെയ്യുന്നത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും, ഓ ബാബയെ വെച്ച് ഇവർ വീഡിയോ എടുത്തിട്ട് പൈസയ്ക്ക് മാത്രമായിരിക്കും എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാകും. അതൊന്നും അല്ല. ഇപ്പം ഞാൻ എൻ്റെ മക്കളെയൊക്കെ കല്യാണം കഴിച്ചു കൊടുത്തു. ഫസ്റ്റൊക്കെ ആ തിരക്കുകളൊക്കെ ഉണ്ടാകും. അതുകൊണ്ടാണ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്തതും അറിയില്ലായിരുന്നു. ഇപ്പോൾ ഒക്കെ ഫ്രീ ആയതുകൊണ്ട് ഞാൻ ഇപ്പോൾ വീഡിയോയ്ക്ക് വന്നതാണ്. എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തേ പറ്റൂ. ഇനി കുറച്ചായിട്ട് ഞാനിപ്പോഴേ വീഡിയോ അറിയാൻ തുടങ്ങിയിട്ടുള്ളൂ. അത്ര ക്ലിയറായിട്ടോ ഇതൊന്നും സംസാരിക്കാനോ ഒന്നും അറിയില്ല. എങ്കിലും ഞാൻ ഈ ബാബയെക്കുറിച്ചുള്ള പൂജകളും ആരാധനകളും എല്ലാം ഈ വീഡിയോ കൂടെ കാട്ടണം, അത് മറിഞ്ഞു പോകാതെ ഇരിക്കണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അത്ര തന്നെ. നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയണത് നിങ്ങളോട് സപ്പോർട്ട് കാണുമ്പോൾ എനിക്കൊരു സന്തോഷം. അത്ര തന്നെ. ആ സബ്സ്ക്രൈബേഴ്സും വ്യൂസൊക്കെ കാണുമ്പോൾ എനിക്കൊരു സന്തോഷം. അത്ര മാത്രം തന്നെ. സായിറാം, അതിന് മാത്രമാണ് ഞാൻ വീഡിയോ ഇടുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിലാണ്. എന്തെങ്കിലും കുറ്റമോ പിഴയോ ഉണ്ടെങ്കിൽ നിങ്ങൾ പുറത്തേ പറ്റുള്ളൂ. ഞാനിപ്പം 3 മാസം തന്നെ ആയി വീഡിയോ തുടങ്ങിയിട്ട്. ഷോർട്ടിൽ കൂടിയാണ് ഞാൻ ഷോർട്ട്സ് ഇട്ടിട്ടാണ് വീഡിയോ തുടങ്ങിയത്. പിന്നെ അതിൽ കൂടെ ചില കാര്യങ്ങളൊക്കെ അങ്ങനെ ചെറിയ വീഡിയോ ആയിട്ട് ചെയ്തു. അത്ര തന്നെ. ബാക്കി കാര്യങ്ങളൊക്കെ അടുത്ത് കാണാം.